അല്ലാ ഞങ്ങൾ ഈ ദുആ ചെയ്യുന്നത് നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ സഹോദരങ്ങളായ വയനാട് ജില്ലയിലെ മേപ്പാടി മുണ്ടക്കയത്തിലെ സഹോദരങ്ങൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്ന് നടന്ന ഭീകരമായ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ കുടുംബങ്ങളുണ്ട് റബ്ബേ, മരണപ്പെട്ടു പോയവരുണ്ട്, പരിക്കേറ്റവരുണ്ട് റബ്ബേ. അല്ലാ, മരിച്ചുപോയവരുടെ ഖബറുകൾ സ്വർഗമാക്കണേ അല്ലാ. മരിച്ചുപോയവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. പരിക്കേറ്റവർക്ക് നീ ശിഫാ കൊടുക്കണേ റഹ്മാനെ. അല്ലാ, മുണ്ടക്കയത്തിലുള്ള ഉരുൾപൊട്ടലിൽ പെട്ടുപോയ കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പാറയുടെ ഇടയിലും വീടിന്റെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ഇടയിലും വെള്ളത്തിലും മണ്ണിലും പുതഞ്ഞു കിടക്കുന്നവരുണ്ട് റബ്ബേ, അവരെയൊക്കെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാ, ഒരു തുള്ളി ശ്വാസമുണ്ടെങ്കിൽ അത് നിലനിർത്തിയിട്ട് അവരെ ഞങ്ങളുടെ കയ്യിൽ ജീവനോടുകൂടി തരണേ അല്ലാ. അല്ലാഹുവേ, ഉമ്മായെ കാണാതെ നിലവിളിക്കുകയാണ് മക്കള്, പാപ്പാനെ കാണാതെ നിലവിളിക്കുകയാണ് മക്കള്. അല്ലാഹുവേ, മക്കളെ കാണാതെ സ്വന്തം പെറ്റ തള്ള വിഷമിക്കുകയാണ്. അതാ മക്കള് മുന്നിലൂടെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി, പാപ്പ ഒഴുകിപ്പോകുന്നത് കണ്ടു, അച്ഛൻ ഒഴുകിപ്പോകുന്നത് കണ്ടു, അമ്മ ഒഴുകിപ്പോകുന്നത് കണ്ടു, ഭാര്യ ഒഴുകിപ്പോകുന്നത് കണ്ടു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ അതാ എത്രയോ ആളുകൾ വെള്ളത്തിലൂടെ എങ്ങോട്ടെന്നില്ലാതെ ഒഴുകിപ്പോയി. പലരുടെയും മൃതദേഹങ്ങൾ നിലമ്പൂര് കാടിനടുത്ത് വെച്ചും അതുപോലെ ചാലിയാര് പുഴയിലും അങ്ങനെ പല സ്ഥലങ്ങളിലുമായി കണ്ടെത്തുകയാണ്. റബ്ബേ, ഞങ്ങളെ നാടിനിത് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളെ കേരളത്തിനോ ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിലൊരു മനുഷ്യനും ഇത് താങ്ങാനാവാത്ത ദുരന്തമാണ്. അല്ലാ, പാവങ്ങളായ ഞങ്ങളെ വയനാട് ജില്ലയിലെ പാവങ്ങളായ ഞങ്ങളെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. അല്ലാഹുവേ, അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തുന്ന ഞങ്ങളെ രാജ്യത്തിന്റെ അഭിമാനമായ സൈനികര്, അല്ലാഹുവേ, ആ സൈനികർക്കെല്ലാ ബലവും കൊടുക്കണേ റബ്ബേ. അതുപോലെ അല്ലാ, വിവിധ സന്നദ്ധ സംഘടനകള്, അല്ലാഹുവേ, രക്ഷാപ്രവർത്തകര്, അവരൊരാളെയും ഒരു പ്രയാസത്തിലും പെടുത്തല്ല. അവർക്കെല്ലാ ആരോഗ്യവും ഊർജവും നീ നൽകണേ റബ്ബേ. അല്ലാ, വയനാട് ജില്ലയിലെ ദുരിതമനുഭവിക്കുന്ന ഉരുൾപൊട്ടലിൽ വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. കുടിവെള്ളവും ഭക്ഷണവും അതുപോലെ വസ്ത്രവും മറ്റുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ കൻസുൽ ജന്നയിലെ കുടുംബങ്ങളെ മുഴുവനും ഈ മജ്‌ലിസ് കേൾക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. സുൽത്താനു ഇബ്രാഹിം ഇസ്മി